നമസ്കാരം, വെൽക്കം ടു ഹാർട്ട് ടോക്ക്. ബ്രിട്ടനിലെ വാദ്യമേളാസ്വാദകരുടെ സിരകളെ ത്രസിപ്പിച്ച മേളപ്പെരുമയുടെ 3ാമത് എഡിഷൻ 2025 ജൂൺ 7-ാം തീയതി ലണ്ടനിലെ ഹാരോയിലുള്ള ബൈറൺ ഹാളിൽ അരങ്ങേറുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മേളപ്പെരുമയുടെയും നവധാര സ്കൂളിൻ്റെയും അമരക്കാരൻ ശ്രീ വിനോദ് നവധാരയാണ്. നമസ്കാരം വിനോദ്. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. മേളപ്പെരുമയുടെ 3ാമത് എഡിഷൻ നമുക്ക് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ. എൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ അന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അന്ന് ഇവിടെ മേളപ്പെരുമ ആസ്വദിക്കാനെത്തിയ എല്ലാവരും ഒരുപാട് ത്രസിച്ചാണ് പോരുന്നത്. അവർക്ക് ഇത്ര വലിയൊരു അനുഭവമായിരുന്നു 2ാമത്തെ മേളപ്പെരുമ കൊടുത്തത്. പ്രത്യേകിച്ചും അന്ന് ജയറാമും മട്ടന്നൂർ ആശാനും ഒക്കെ കൂടെ വന്ന് ചിത്രചേച്ചിയുടെ ഒരു ഗാനമേളയും ഒക്കെ കൂടെ വന്ന് ഗംഭീരമായ ഒരു ഷോ ആയിട്ടാണ് അവർ ആസ്വദിച്ചു പോയത്. അപ്പോൾ അതേ ഒരു ആകാംക്ഷയോടെയും ആഗ്രഹത്തോടെയും ഒക്കെ തന്നെയാണ് അവർ 3ാമത്തെ മേളപ്പെരുമയും എതിരേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് മേളപ്പെരുമ 3ാമത്തെ എഡിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വിനോദ് നവധാര എങ്ങനെ വിനോദ് നവധാര ആയി, അല്ലെങ്കിൽ വിനോദിൻ്റെ ബാല്യകാലങ്ങളിലേക്ക് നമുക്ക് പോയി ആ കഥകളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലണ്ടനിലേക്ക് എത്താം. എവിടെയാണ് ശരിക്കും നാട്ടിൽ? ഞാൻ നാട്ടിലെ കോട്ടയം ജില്ല, സ്ഥലം പൂഞ്ഞാർ എന്ന് പറയും. പൂഞ്ഞാർ. ഓക്കെ. പൂഞ്ഞാർ വളരെ കലയുടെ കാര്യത്തിൽ തന്നെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് പൂഞ്ഞാർ. പൂഞ്ഞാർ നവധാര സ്കൂളും അതെ അവിടെ തന്നെയാണ്. നാടകങ്ങളുടെ ഏറ്റവും ആദ്യകാല നാടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രശസ്തമായ ട്രൂപ്പാണ് പൂഞ്ഞാർ നവധാര. നവധാരയിൽ കൂടിയാണ് വന്നത്. ഈ പൂഞ്ഞാർ നവധാരയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ്, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നോ, പഠിക്കാൻ തുടങ്ങിയിരുന്നോ? അങ്ങനെ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ഞാൻ ഏകദേശം 7 വയസ്സ് 8 വയസ്സ് മുതൽ ഇപ്പം ഏകദേശം 36 വർഷങ്ങളായി പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയിട്ട്. അതിന് സാധാരണ പ്രോഗ്രാമുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ നവധാരയിൽ ജോയിൻ ചെയ്യുന്നത്, പൂഞ്ഞാർ നവധാരയിൽ ജോയിൻ ചെയ്യുന്നത് 1993 കാലഘട്ടത്തിൽ. ഓക്കെ. അപ്പോൾ ഈ 7-8 വയസ്സിൽ അഭ്യസിച്ച് തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഈ സ്കൂൾ പഠനകാലങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടൊരു സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് എത്തുന്നത് നവധാര വഴിയാണോ അതോ അതിന് മുമ്പും? നവധാരയ്ക്ക് അന്ന് നാടകം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുവരെ. നവധാര, പൂഞ്ഞാർ നവധാര ഗാനമേള എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 മുതൽ ഞാൻ അതിലുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ഈ സ്കൂൾ കാലഘട്ടങ്ങളിലോ അതിന് കഴിഞ്ഞിട്ടൊക്കെ മറ്റ് ധാരാളം ലോക്കൽ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ പോകും. ധാരാളം പോകുന്നു. അന്നും ചെണ്ടയായിരുന്നോ വാദ്യം? അല്ല, അന്ന് ഞാൻ വളരെ കൊച്ചിലെ തന്നെ അഭ്യസിച്ച് തുടങ്ങിയത് തബലയാണ്. അതിനോടൊപ്പം തന്നെ മൃദംഗം പഠിച്ചു. 7-8 വർഷത്തോളം പഠിച്ചു. തബലയും മൃദംഗമായിരുന്നു പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ചെണ്ട അഭ്യസിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പം നവധാരയിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെണ്ടയൊക്കെ സ്വായത്തമാക്കിയിരുന്നു? നവധാരയിൽ എത്തിക്കഴിഞ്ഞാണ് ഞാൻ ചെണ്ട പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഈ 93 കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അന്നത്തെ ഒരു ആസ്വാദക നിലവാരത്തിൽ നാടകങ്ങളും ഗാനമേളകളും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരുപാട് വേദികൾ കിട്ടിയിരുന്നൊരു കാലഘട്ടമായിരുന്നു അല്ലേ? നവധാരയുടെ നാടക ട്രൂപ്പൊക്കെ ഏകദേശം സ്വപ്നരഥം എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ ഏകദേശം അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് 336 സ്റ്റേജുകൾ കളിച്ചിരുന്നു. വെറും 6-7 മാസം കൊണ്ട് 336 സ്റ്റേജുകൾ. ഓക്കെ. അതുപോലെ ഗാനമേള എല്ലാ ദിവസവും 2 പ്രോഗ്രാം വീതം ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റേ നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെ തന്നെ ഒരു പൂഞ്ഞാർ നവധാര എന്നുള്ളൊരു വണ്ടിയിൽ ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് അങ്ങനെ പോകുന്ന ഒരു വെരി സിംഗിൾ ഡേ. ഓക്കെ. അപ്പോൾ അങ്ങനെ പോയി പരിപാടികളൊക്കെ അവതരിപ്പിക്കുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അല്ലേ? അവിടുത്തെ ഒരു ജീവിതം, ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പറയാമോ? പൂഞ്ഞാർ മൊത്തത്തിൽ കലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റേജ് സംബന്ധമായിട്ടുള്ള കലകൾക്കും മറ്റ് ചില ക്ഷേത്രകലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആണ് പണ്ട് മുതലേ നാട്ടിലെ. കഥകളിയൊക്കെ അവിടെ ഒരു ഫേമസ് ആയിട്ട് അവിടെ ചില ക്ഷേത്രങ്ങളുണ്ട്. എങ്കിലും സാധാരണ എല്ലാ കലകളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് പ്രോഗ്രാംസുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കൊല്ലം, തിരുവനന്തപുരം ജില്ലയാണ് ഏത് കലാകാരനെ കൊണ്ടും ഒരാളുടെ ജീവിതമാർഗമായിട്ട്
ഈ കലയെ കൊണ്ട് നടക്കുന്നവർക്ക് ജീവിക്കണമെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഉത്സവ പറമ്പുകളില്ലാതെ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഒരിക്കലും കിട്ടില്ല വേറെ എവിടെയാണെങ്കിൽ. ഈ ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരെയൊക്കെ ഉറപ്പായിട്ടും ഞാൻ 7-8 ഉള്ളപ്പോഴാണ് തബല മൃദംഗമൊക്കെ പഠിച്ചത്. മുണ്ടക്കയം ദാസ് എന്ന് പറയുന്നൊരു ആശാനായിരുന്നു. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം പാല ചിന്നക്കുട്ടൻ മാസ്റ്റർ, അദ്ദേഹം തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് മൃദംഗം കുറേ കാലം പഠിച്ചു. അതിനുശേഷം വേറൊരു മാസ്റ്ററുടെ അടുത്ത് വയലിൻ ഒരു 3-4 വർഷം പഠിച്ചു. പിന്നെ ഉദയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ അടുത്ത് വോക്കൽ കീർത്തനം വരെയൊക്കെ ഒരു 3-4 വർഷം പഠിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സകലകല വല്ലഭൻ എന്ന നിലയിലേക്ക് എത്തിച്ചേരാവുന്ന ശ്രമം നടത്തിയിരുന്നു ആ പ്രായത്തിൽ. ഇതെല്ലാം എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചതൊന്നുമല്ല. എൻ്റെ അച്ഛൻ നിർബന്ധിച്ച് തന്നെ തുടങ്ങി പഠിപ്പിച്ചു എന്ന് വേണേൽ പറയാം. ഓക്കെ. ആ കാലങ്ങളിലൊക്കെ പ്രാക്ടീസ് കളിക്കുക, ഞാനത് ചോദിക്കാനുള്ള കാരണം ഞാൻ മൃദംഗം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്, വയലിനും പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഇതൊന്നും പ്രാക്ടീസ് നടക്കാത്തതുകൊണ്ടും പിന്നെ ഒരു താല്പര്യം ഒരു സമയം കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ വീട്ടിലെ നിർബന്ധം കൊണ്ട്, അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് നമ്മൾ സാധകം ചെയ്യുക എന്നുള്ളതാണ് മ്യൂസിക് എന്ത് കലയും ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുള്ള ഏക മാർഗം. അത് നിർബന്ധമായിട്ടും ചെയ്യിക്കുമായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ നവധാരയിൽ ജോയിൻ ചെയ്തു. പിന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ കാണുന്നു. ഇന്നിപ്പോൾ കോട്ടയത്താണ്, നാളെ ട്രിവാൻഡ്രം, നാളെ കഴിഞ്ഞ് പാലക്കാട്, നാളത്തെ തൃശ്ശൂർ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നവധാര തുടങ്ങിയ വർഷം 93-ലാണെന്ന് ഞാൻ 93-ലെ ആദ്യ വർഷം നവധാരയ്ക്കുണ്ടായിരുന്ന 63 ഗാനമേളയും കണ്ടായിരുന്നു. അതുപോലും ഒരു ചെറിയ നമ്പറല്ല, 63 പ്രോഗ്രാം ഒരു വർഷം. അന്നൊക്കെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാതെ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകുന്ന അനുഭവങ്ങളൊക്കെ. ഈ 63 പ്രോഗ്രാമൊക്കെ നടക്കും 93, 94, 95 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വന്നും പോയി നിൽക്കും. അന്ന് പിന്നെ ഈ എന്ത് ട്രൂപ്പ് തുടങ്ങിയാലും കൊച്ചിൻ 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 എന്നൊരു പേര് വെച്ചാലേ പേരുള്ളൂ. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഗാനമേളയാണോ അതിൻ്റെ ടൈലൻ്റായിട്ട് കൊച്ചിൻ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ സംതിങ് ബിഗ് സൂപ്പർ അല്ല ബിഗ് എന്നൊരു കൺസെപ്റ്റ് നാട്ടുകാർക്കുള്ളൂ. അതിൻ്റെ അന്നൊക്കെ ഒത്തിരി മാറി, അന്നേ മാറി. പൂഞ്ഞാർ നവധാര എന്ന് പറയുന്ന ഗാനമേള ഞാൻ 2010-ലാണ് അവിടുന്ന് വേറെ 3 ആൾക്കാരെ ഏൽപ്പിച്ച്, ഇത് ഫാദർ ഈപ്പനകർത്തയിൽ CMI എന്ന് പറയുന്ന അച്ഛൻ്റെ സ്വന്തം സ്ഥാപനമായിരുന്നു പൂഞ്ഞാർ നവധാര. അതിൽ ബോബൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അച്ഛൻ പിന്നെ അച്ഛനിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു, പക്ഷേ ആക്റ്റീവ് അല്ല. ഇപ്പോഴും നവധാര സജീവമായിട്ട് പോകുന്നു. നവധാര സ്കൂൾ ഇപ്പോഴും സജീവമായിട്ട് പോകുന്നു. സ്കൂളിലെ ഗാനമേള ട്രൂപ്പ് ഇപ്പോഴും സജീവമായിട്ട് പോകുന്നു. അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് ആ കാലഘട്ടങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് സമിതികളൊക്കെ അടച്ചുപൂട്ടിപ്പോയ ഇപ്പോഴും നവധാര സജീവമായിട്ട് പ്രവർത്തിക്കുന്നു പറയുന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യം. എന്തായാലും അച്ഛന് അങ്ങനെ തുടങ്ങാൻ ഒരു താല്പര്യം കാണിച്ചതിൽ ഒരുപാട് നന്ദി. 2010 വരെയൊക്കെ നവധാര ദ ബെസ്റ്റ് ട്രൂപ്പായിരുന്നു. അത് ശരി. ഓക്കെ. ഈ ഒരു കാലഘട്ടങ്ങളിൽ നവധാര എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ മലബാറിലേക്കൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടാകും. ആ കാലഘട്ടങ്ങളിൽ നാടകങ്ങളിലോ അല്ലെങ്കിൽ ഗാനമേളകളിലോ ഒക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ ആരെങ്കിലും ഓർമ്മ, അല്ലെങ്കിൽ നടന്മാരെയോ അല്ലെങ്കിൽ ഗായകരെയോ ഗായികമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ? ധാരാളം ആൾക്കാർ ഇപ്പോഴും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ലാത്തത്ര ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഇപ്പോഴും സജീവമായിട്ട് നാടകരംഗത്ത് നമ്മുടെ നാടകരംഗത്ത് നിൽക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ നാടകരംഗത്ത് നിൽക്കുന്ന മലബാർ സൈഡിലേക്കുള്ള രാജീവൻ മമ്മിളി, ഡയറക്ടർ ജയൻ തിരുമന ഒക്കെ നവധാരയിൽ നിന്ന്, രാജീവൻ മമ്മിളിയൊക്കെ പ്രത്യേകിച്ച് നവധാരയിൽ അംഗം കുറിച്ച ആൾ. അദ്ദേഹത്തിനെ കേരളത്തിൻ്റെ തെക്ക് പ്രദേശത്തേക്ക് വരുന്നത് തന്നെ പിന്നീട് വളരെ ഫേമസ്, വളരെ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തെ തെക്കോട്ട് വന്ന് അംഗം കുറിക്കുന്നതന്നെ നവധാര പോലെയുള്ള വലിയ പ്രസ്ഥാനത്തിൽ വരുന്നത് തന്നെ അങ്ങനെയാണ്. അന്നൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നാടകത്തിൻ്റെയൊക്കെ ഒരു റിഹേഴ്സലുകൾ ഇട്ട മാസങ്ങളോളം ഉണ്ട്. അതിൻ്റെ അകത്ത് 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം നമ്മളവിടെ ഉണ്ടാവും. UK തിരക്കുകൾക്കിടയിൽ ഇവരോടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള വളരെ വിരളമായിട്ടുള്ളൂ, എങ്കിലും സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഓക്കെ. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സൈഡിൽ കൂടെ പഠിത്തവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രോഗ്രാമുകളും ചെയ്യുന്നു, അങ്ങനെയാണോ? അതെ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പൂഞ്ഞാർ നവധാര ഗാനമേള സ്റ്റാർട്ട് ചെയ്തു. അന്നേ ജോയിൻ ചെയ്തു. പിന്നെ BCom വരെ പഠിച്ചു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, BCom പഠിച്ചു. അന്നേരത്തേക്കും ഫുൾ ടൈം ഇത് തന്നെയായി. കലാപ്രവർത്തകനായി മാറിയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഉപകരണങ്ങൾ മാറിയോ? വാദ്യം ഇല്ല, തബല മൃദംഗം. അപ്പോഴത്തേക്കും BCom ഒക്കെ ആയപ്പോഴത്തേക്കും ചെണ്ടയൊക്കെ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പേ ഉണ്ട്. ചെണ്ട പഠിച്ചു തുടങ്ങിയത് എവിടെയാണ്? ചെണ്ട പഠിച്ചു എൻ്റെ വീട്ടിൽ തന്നെ. ആലപ്പുഴ ശശിധരന്മാരാണെന്ന് പറഞ്ഞൊരു ആശാനെ വിളിച്ചു വരുത്തി അവിടെ ഒരു ഷെഡൊക്കെ എൻ്റെ അച്ഛൻ കെട്ടി അവിടെ നാട്ടിലുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് പഞ്ചാരി,
വരെയുള്ള മേള. മകന് പഠിക്കാൻ വേണ്ടിയാണ്. അതെ അതെ അതെ. അപ്പം അതിനൊപ്പം അതിനും അച്ഛൻ തന്നെയാണ് മുൻകൈ എടുത്തത്. അപ്പം അതില് അപ്പം ആ പഠിത്തത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള കൂട്ടുകാരെ ഒക്കെ കൂടെ ചേർത്ത് വെച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത് അച്ഛനാ. അച്ഛന് വലിയൊരു നമോഭാഗം. അദ്ദേഹത്തിന് ഒരു ഞാൻ എന്തെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലം മുതൽ എൻ്റെ അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതൊരു അദ്ദേഹത്തിന്റെ ദീർഘദർശി തന്നെയാണ്. പിന്നീടാണ് നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതും. പക്ഷേ ഒരു ഫസ്റ്റ് പുഷ് എന്ന് പറയുന്നത് അച്ഛൻ്റെ ഭാഗത്ത് തന്നെ. ഓക്കെ. ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള തുടർ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെ തടസ്സങ്ങളായിട്ട് വന്ന കാര്യങ്ങൾ ആദ്യകാലങ്ങളിൽ തടസ്സങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എന്ത് രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഇല്ലാത്ത സമയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അന്ന് മൊബൈലും ലാൻഡ് ഫോൺ മൊബൈലൊന്നും ഇല്ലാതെ 200-250 പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ ഒരു 6 മാസം കൊണ്ട്. ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, ഒരാൾ സ്റ്റേജിലേക്ക് എത്തുമെന്ന് പോലും അറിയാൻ അനിശ്ചിതത്തിലാണ് പ്രോഗ്രാമിന് പോകുന്നത്. അതൊക്കെ ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല, പേടിയാവും. പണ്ട് ഇന്നസെന്റിന്റെ ഒരു സിനിമയിൽ പുറപ്പെട്ടു എന്ന് പറയുന്ന 1 മണിക്കൂറുടെ മുമ്പേ പുറപ്പെടാന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അതിൻ്റെ റിസ്കുകൾ നമുക്ക് ഇപ്പം ഇരുന്ന് പറയാൻ പറ്റില്ല, പേടിയാവും. ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടെ, അച്ഛനും ഈ ഒരു സമിതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ആളാണോ അതോ? ഇല്ല, അച്ഛൻ ഒരു കലാകാരനെ അല്ല, അദ്ദേഹം ഒരു സംഗീതപ്രേമിയാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അതിൽ നിന്നാണ് മകന് ഇങ്ങനെ ഒരു സാധ്യത അദ്ദേഹം കണ്ടെത്തുന്നത് അല്ലേ? ഒരു ദീർഘവീക്ഷണം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഏകദേശം ആ പൂഞ്ഞാർ ഭാഗത്തെ ഒരു കലാപ്രവർത്തനം നമുക്ക് അവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഒരു കാലഘട്ടത്തിൽ എപ്പോഴാണ് UK എന്നൊരു, ഞാൻ 2010 യു കെയിലെത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചെണ്ട എന്നുള്ളൊരു വാദ്യമാണ് തൻ്റെ ജീവനോപാധിയായി വരിക എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും. എക്സ്പെഷ്യലി UK പോലുള്ള രാജ്യത്ത് ഞാൻ വന്നത് ലണ്ടനിലാണ് വന്നത്. ഡേ 1 മുതൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം അന്ന് UK യിലേക്ക് വരുന്നത് ഈ വാദ്യവും ഇവിടെ അങ്ങനെയല്ല, മേളത്തിന് വല്ലതും വരുന്നതാണോ? അല്ല, ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ വന്നു. ഇവിടെ സാധാരണ എല്ലാ ആൾക്കാരും വരുന്ന പോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വന്നു. അതെ. വന്നു കഴിഞ്ഞ് ഞാനിവിടെ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ഈ നവധാരയിൽ അതിന് പുറയിലേക്കുള്ള 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. കേരളം മുഴുവൻ അല്ലെ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രോഗ്രാം ചെയ്തിട്ടുള്ള പലരുടെയും കൂടെ മെഗാ ഷോകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൽ മൂലം ഇവിടെ വന്ന് MA UK എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ ഇത് UK MA UK എന്ന് പറയുന്നത് ലണ്ടനിലെ അല്ലെങ്കിൽ UK യിലെ ആദ്യത്തെ മലയാളി അസോസിയേഷൻ ആണ്.